ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹോസ്പിറ്റലിൽ ചാപ്ലിനായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മാർക്കോ എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത്. പുള്ളി നല്ലൊരു പെയിൻറ്ററാണ് ആ നാട്ടിൽ. ഹോസ്പിറ്റലിൽ വന്നത് അക്യൂട്ട് ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ടാണ്. ഹോസ്പിറ്റലിൽ വന്ന 3-4 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. അദ്ദേഹം ഉണ്ടായിരുന്ന നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പെയിൻറ്റിങ് എക്സിബിഷൻസ് നടത്തി മനോഹരമായിട്ട് പ്രശസ്തിയിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. പെട്ടെന്ന് 2 കാലുകളും ഇല്ലാതായി ആശുപത്രി കിടക്കകളിൽ ഒറ്റയ്ക്കായി പോയ അവസ്ഥയിൽ അദ്ദേഹം മാനസികമായിട്ട് പെട്ടെന്ന് വിഷമത്തിലായി. ഓരോ ദിവസം ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോഴും അദ്ദേഹം എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കുമായിരുന്നില്ല. പക്ഷേ 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കാണാൻ ചെന്ന സമയത്ത് അദ്ദേഹം കട്ടിലിൽ ഇരുന്നു കൊണ്ട് അതിനഭിമുഖമായിട്ട് പെയിൻറ്റിങ് സ്റ്റാൻഡിലൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ വര അദ്ദേഹം റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 2 കാലുകളുമില്ലാത്ത മാർക്കോ വീണ്ടും വരച്ചു തുടങ്ങുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം അന്ന് വരച്ച പെയിൻറ്റിങ് കാൽവരിയെക്കുറിച്ചായിരുന്നു. ആ പെയിൻറ്റിങ്ങിൽ ഈശോയുടെ കാൽവരിയിലെ കുരിശുണ്ട്. ആ കുരിശിൽ നിന്ന് ചോര ഒഴുകിയിറങ്ങിയാണ്. ആ ചോര ഒഴുകിയിറങ്ങി കാൽവരി കുന്ന് മുഴുവൻ പടർന്ന് ആ കുന്നുകളിൽ മുഴുവൻ ചുവന്ന പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചുവന്ന കുരിശും ചുവന്ന പൂക്കളുമായിട്ട് കാൽവരി ചുവന്നൊടുത്തിരിക്കും. അത് കാണുന്ന വ്യക്തിക്ക് കുരിശിൻ്റെ സങ്കടത്തേക്കാൾ ഒരു ഉണർവ് അനുഭവപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. പിന്നീട് ഓരോ ദിവസങ്ങളിലും അദ്ദേഹം ഓരോ പെയിൻറ്റിങ്ങുകൾ പൂർത്തീകരിക്കുകയാണ്. എല്ലാം കാൽവരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഒരെണ്ണത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈശോ മരിച്ച സമയത്ത് അന്ധകാരമായിരുന്നു എന്ന് നമുക്കറിയാം. ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ആ പെയിൻറ്റിങ് അദ്ദേഹം വരച്ചിട്ട് ഇരുട്ടത്ത് നിന്ന് ആകാശത്ത് നിന്ന് തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ വെട്ടത്തിൽ കുരിശിൽ കിടക്കുന്ന ഈശോയെ കാണുന്ന രീതിയിൽ ഒരു പെയിൻറ്റിങ് അദ്ദേഹം വരച്ചിട്ടുണ്ട്. മറ്റൊരു പെയിൻറ്റിങ് എനിക്ക് ഓർമ്മയിലുള്ളത്, മാതാവിൻ്റെ മടിയിൽ ഈശോ കുരിശിൻ്റെ കീഴെ കിടക്കുകയാണ്. പക്ഷേ മാതാവിൻ്റെ മേലേക്ക്, ഈശോയുടെ ശരീരത്തിൻ്റെ മേലേക്ക് കാൽവരി കുന്നുകൾ മുഴുവൻ പച്ച പുല്ലുകൾ നിറഞ്ഞ് അവരുടെ മേലേക്ക് അവരെ ആശ്വസിപ്പിക്കാനെന്ന രീതിയിൽ തലോടിക്കൊണ്ട് നിൽക്കുന്ന പുല്ലുകളുടെ പശ്ചാത്തലത്തിൽ മാതാവിൻ്റെ മടിയിൽ ഈശോ കിടക്കുന്ന രീതിയിൽ. ഏത് കാൽവരിയുടെ പിക്ചറുകൾ എടുത്ത് നോക്കിയാലും കാൽവരിയിലെ ദുഃഖങ്ങളെക്കാൾ ഉപരി നമുക്ക് ലഭിക്കുന്ന ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ, ഒരു ആഹ്ലാദം, ഒരു സന്തോഷം, ഒരു ഉണർവ് ഓരോ കാൽവരിയിലെ ദുഃഖഭരിതമായ പെയിൻറ്റിങ്ങുകൾക്കിടയിൽ നിന്നും ദൃശ്യമായിരുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം മാർക്കോ അവിടെയുള്ള ഡോക്ടർമാർക്ക്, നേഴ്സുമാർക്ക് കൈമാറ്റം ചെയ്തു. മാർക്കോ അവിടുന്ന് പോയ ശേഷം ആ വാർഡിൽ ഈ മാർക്കോയുടെ പെയിൻറ്റിങ്ങുകളൊക്കെ എന്നേക്കുമായിട്ട് പ്രദർശിപ്പിക്കപ്പെടുകയാണ്. അവിടെ തന്നെ വെക്കപ്പെടുകയാണ് ആ പെയിൻറ്റിങ്ങുകളൊക്കെ. ഒരുപാട് പേര് ഈ പെയിൻറ്റിങ്ങുകൾ നോക്കി നെടുവീർപ്പിടുന്നത്, ആശ്വസിക്കുന്നത്, ഉണർവ് സ്വീകരിക്കുന്നതൊക്കെ പിന്നീട് ഉള്ള മാസങ്ങളിൽ എനിക്ക് കാണാൻ സാധിച്ചു. പക്ഷേ അത് കാണുന്നവർക്കാർക്കും അറിയില്ല ഇത് മാർക്കോ എന്നൊരാളാണ് വരച്ചതെന്ന്. മാർക്കോ ഡോക്ടർമാരോട്, നേഴ്സുമാരോട് ആവശ്യപ്പെട്ടിരുന്നു, ഒരിക്കൽ പോലും ഞാനാണിത് വരച്ചതെന്ന് അവരറിയാൻ ഇടവരരുത്. കാരണം കാലുകളില്ലാത്ത മാർക്കോ ഇത് വരച്ചു എന്ന് അവർക്ക് ആ പിക്ചർ കാണുമ്പോൾ ആദ്യം എന്നോടുള്ള സഹതാപപൂർണമായ ഒരു മനസ്സോടുകൂടി ആയിരിക്കും അവർ ആ പിക്ചറുകളെ നോക്കാനിടയുള്ളത് എന്ന് കരുതിക്കൊണ്ട് ഇത് വരച്ചയാളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ട, പക്ഷേ അതിലെ കാര്യം അവർ കാണട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഈ ഓർമ്മ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് ചില തിരഞ്ഞെടുപ്പുകളെ സൂചിപ്പിക്കാനാണ്. ആ വ്യക്തി, മാർക്കോ എന്ന വ്യക്തി, ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. എൻ്റെ ബലഹീനതയോ എൻ്റെ ഇല്ലായ്മയോ എൻ്റെ ദുഃഖങ്ങളോ എൻ്റെ സങ്കടങ്ങളോ അല്ല, എൻ്റെ പിക്ചറുകളിലൂടെ പുറത്തു വരേണ്ടത് ഒരു പ്രത്യേകതരം ഉണർവാണ്, പ്രതീക്ഷയാണ്, പ്രത്യാശയാണ് എന്ന് ഉള്ള ഒരു വലിയ തിരഞ്ഞെടുപ്പാണ് മാർക്കോ ആശുപത്രിയുടെ വരാന്തകളിൽ സ്ഥാപിച്ചിട്ടുള്ള പിക്ചറുകളിലൂടെ പറയാതെ പറയുന്നത്. ഞാനിത് പറയുന്നതിൻ്റെ പശ്ചാത്തലം ഈശോയുടെ ഓശാന ഞായറാഴ്ചയെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. എന്താണ് ഓശാന ഞായറാഴ്ചയുടെ പ്രത്യേകത? ഈശോ ജയ് വിളികളോടെ, ഓശാന വിളികളോടെ ജെറുസലേം നഗരത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഓർമ്മയാണ് ഓശാന ഞായർ. ഈശോ ആ ദിവസം തിരഞ്ഞെടുത്തതിൻ്റെ പ്രത്യേകതയുണ്ട്. പെസഹായ്ക്ക് 4 ദിവസം മുമ്പാണ് ഈശോ
വലിയ ആർപ്പുവിളികളോടെ ജെറുസലേം നഗരത്തിലേക്ക് കടന്നു വന്നത്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് 2000-ഓളം യഹൂദന്മാരെ ഇല്ലാതാക്കിക്കൊണ്ട് റോമൻ അധികാരികൾ, റോമൻ സൈന്യം ജെറുസലേം ദേവാലയത്തിൽ കടന്നു കയറിയ ഓർമ്മപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോ പെസഹായ്ക്ക് 4 ദിവസം മുമ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാ വർഷവും പെസഹായ്ക്ക് 4 ദിവസം മുമ്പ് റോമിലെ സീസറിൻ്റെ പ്രതിനിധിയായ ഗവർണറുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് സൈന്യങ്ങൾ, കുതിരകൾ, രഥങ്ങൾ, ആയുധങ്ങളോടുകൂടി സായുധരായി ജെറുസലേം നഗര പരിസരത്ത് പ്രവേശിക്കാറുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഏറ്റവും കൂടുതൽ യഹൂദർ ജെറുസലേമിലേക്ക് എത്തുന്നത് പെസഹ തിരുനാളിനാണ്. ആ നിമിഷങ്ങളിൽ അവരുടെ മാനത്തെ, അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് റോമൻ പ്രതിനിധികൾ ഇത്തരത്തിൽ അങ്ങോട്ടേക്കൊരു എഴുന്നള്ളത്ത് നടത്തുക. പെസഹ തിരുനാളിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ നോക്കാനെന്ന വ്യാജേനയാണ് അവർ പലപ്പോഴും കടന്നു വരാറുള്ളത്. പക്ഷേ അവരുടെ ഉദ്ദേശം ജനങ്ങളുടെ, യഹൂദരുടെ അഭിമാനത്തെ, മാനത്തെ വ്രണപ്പെടുത്തി അവരുടെ അധികാരത്തെ ഒന്നുകൂടെ സ്ഥാപിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ അത്തരത്തിൽ എഴുന്നള്ളത്ത് നടത്തുക. ഈശോ ഓശാന ഞായറാഴ്ച ഒരു കഴുതപ്പുറത്ത് വിനയാന്വിതനായി ഒലിവിരകളുടെ അകമ്പടിയോടുകൂടി ജനങ്ങളുടെ ആർപ്പോടുകൂടി കടന്നു വരുന്നത് ഇങ്ങനെ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയുടെ പശ്ചാത്തലത്തിലാണ്. ഒരിടത്ത് അവർ വരുന്നത് യഹൂദരുടെ മാനാഭിമാനത്തെ തൂത്തെറിയാനാണെങ്കിൽ ഈശോ വരുന്നത് ഹൃദയം കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ വിനയാന്വിതനും സൗമ്യനും ലാളിത്യമുള്ളവനായിട്ട് കടന്നു വരികയാണ്. രണ്ട് തരത്തിലുള്ള എഴുന്നള്ളത്താണ് ഓശാന ഞായറാഴ്ച നമ്മൾ കാണുന്നത്. മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഓശാന ഞായറാഴ്ചത്തെ ഈശോയുടെ കടന്നുവരവിന് പിന്നിൽ. കാരണം പെസഹായ്ക്ക് 4 ദിവസം മുമ്പാണ് പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്നത്. ആ പെസഹ കുഞ്ഞാടാണ് പിന്നീട് 4 ദിവസങ്ങൾക്ക് ശേഷം, അന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പെസഹ കുഞ്ഞാടാണ് 4 ദിവസങ്ങൾക്ക് ശേഷം വധിക്കപ്പെടുന്നത്. അതിൻ്റെ രക്തമാണ് യഹൂദർക്ക് മേൽ തളിക്കപ്പെടുന്നത്. അതുവഴിയാണ് യഹൂദരുടെ പാപം മായ്ക്കപ്പെടുന്നത്, പൊറുക്കപ്പെടുന്നതായിട്ട് അവർ വിശ്വസിക്കുന്നു. ഈശോ തൻ്റെ വരവനായിട്ട് തിരഞ്ഞെടുത്തത് ഈ പെസഹ കുഞ്ഞാടിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈശോ തന്നെ സ്വയം പെസഹ കുഞ്ഞാടായിട്ട് മരിക്കാനുള്ളവനായി, അപമാനിക്കപ്പെടാനുള്ളവനായി, സങ്കടപ്പെടാനുള്ളവനായി കണ്ണീരിൻ്റെ പരിസരത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഈശോ തന്നെ എടുത്തു വയ്ക്കുകയാണ്. സ്വയം ചിന്തപ്പെടാനായിട്ട്, സ്വയം മുറിക്കപ്പെടാനായിട്ട് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് കഴുതക്കുട്ടിയുടെ പുറത്ത് ഈശോ കടന്നു വരികയാണ്. പക്ഷെ ഈ കാര്യം അവിടെയുള്ള ജനങ്ങൾക്ക് ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കറിയില്ല. പലവട്ടം പറയാൻ ശ്രമിച്ചു, പക്ഷെ അവർ മനസ്സിലാക്കിയില്ല. ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഈശോയെ നോക്കുമ്പോൾ ഈശോ സന്തോഷയുക്തനായിരിക്കുന്നു, സൗമ്യനായി കടന്നു വരുന്നു, വലിയ ആരവങ്ങളുടെ മധ്യയാണ്. പക്ഷേ ജനങ്ങൾക്കറിയാത്ത വലിയൊരു സങ്കടം, മരണത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഈശോയുടെ മനസ്സിൽ നിറഞ്ഞിരിപ്പുണ്ട്. വലിയൊരു അപമാനം സ്വീകരിക്കാൻ തയ്യാറായാണ് ഈശോ ആ ഒരു ആരവങ്ങൾക്കിടയിലേക്ക് കടക്കുക. പക്ഷേ ജനങ്ങൾക്കിതൊന്നും അറിയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ ഓശാന ഞായറാഴ്ച ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണ്? ഈശോയുടെ ഈ ത്യാഗത്തിനുള്ള, ഈശോയുടെ ഈ സൗമ്യതയ്ക്കുള്ള വാഴ്ത്തലുകളാണ് ഓശാന ഞായറാഴ്ച എന്ന് പറയുന്നത്. ഈശോ തെരഞ്ഞെടുത്ത മരണത്തിന്, ഈശോ തെരഞ്ഞെടുത്ത സ്വയം ചിന്തലിന്, ഈശോ തെരഞ്ഞെടുത്ത അപമാനത്തിന്, ഈശോ തെരഞ്ഞെടുത്ത സങ്കടങ്ങൾക്കുള്ള വാഴ്ത്തലുകളാണ്. ഈശോയുടെ സൗമ്യതയ്ക്ക്, വിനയത്തിന്, ലാളിത്യത്തിനുള്ള വാഴ്ത്തലുകളാണ് നമ്മുടെ ഓശാന ഞായറാഴ്ചത്തെ നമ്മുടെ നിലപാട്. നമ്മൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്, ഒരുപാട് വാഗ്വാദങ്ങൾ നടക്കുന്ന കാലം. എല്ലാവർക്കും ഇഷ്ടം വീരന്മാരെയാണ്, വീരസം പറയുന്നവരെയാണ്, ഒരുപാട് ഒച്ചപ്പാടെടുക്കുന്നവരെയാണ്, വാഗ്വാദം തോൽപ്പിക്കുന്നവരെയാണ്, ശക്തി പ്രകടിപ്പിക്കുന്നവരെയാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവരെ കേൾക്കാനാണ്, അവർക്കാണ് ഫാൻസ്, അവർക്കാണ് ലൈക്ക്, അവർക്കാണ് കമൻറ്റ്. ആരൊക്കെയാണോ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ സംസാരിക്കുന്നത് അവരെ കാണാനും അവരെ കേൾക്കാനുമാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഈശോയുടെ ഓശാന ഞായറാഴ്ചത്തെ വരവിൻ്റെ അർത്ഥം അതല്ല എന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. സൗമ്യതയ്ക്കുള്ള വാഴ്ത്താണത്, ലാളിത്യത്തിനുള്ള വാഴ്ത്താണ്. നിശബ്ദമായ നിലപാടുകൾക്ക്, നിശബ്ദമായ ത്യാഗത്തിന്, മരണത്തിനൊരുക്കമായിട്ടുള്ള കടന്നുവരവിനുള്ള വാഴ്ത്തായിട്ടാണ് യഥാർത്ഥത്തിൽ ഓശാന ഞായറാഴ്ചത്തെ നമ്മൾ അതിനുള്ള വാഴ്ത്തുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഈശോയുടെ നിലപാടുകൾ നമ്മോട് പറഞ്ഞു തരികയാണ്. മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈശോ തന്നെ തിരഞ്ഞെടുത്തത് ഒരു പെസഹ കുഞ്ഞാടായിട്ടാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ആ പെസഹ കുഞ്ഞാടിൻ്റെ സഹനങ്ങളുടെ പുറത്താണ് യഹൂദർ രക്ഷിക്കപ്പെടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പെസഹ കുഞ്ഞാടുകളെ പോലെയുള്ള വ്യക്തികൾ
നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരത്ത് ജീവിക്കുന്നുണ്ട്. അവരുടെ സഹനങ്ങളുടെ, അവരുടെ സങ്കടങ്ങളുടെ, അവരുടെ നിശബ്ദമായ വേദനകളുടെ, നമുക്കൊരിക്കലും തിരിച്ചറിയാനാവാത്ത വേദനകളുടെ പുറത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നിലനിൽക്കുന്നത് നമ്മൾ ആലോചിക്കുന്നത്. നമ്മുടെ അപ്പച്ചനും നമ്മുടെ അമ്മച്ചിയും നമ്മുടെ അപ്പൂപ്പനും നമ്മുടെ അമ്മൂമ്മയും നമ്മുടെ സഹോദരങ്ങളൊക്കെ എന്തുമാത്രം നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമ്മളുടെ സൗകര്യങ്ങൾ, നമുക്ക് ലഭിക്കുന്ന നന്മകൾ, നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ, ഇതൊക്കെ ഒരുപാട് പെസഹ കുഞ്ഞാടുകളെ പോലെയുള്ള വ്യക്തികൾ അവരുടെ സഹനങ്ങളുടെ പുറത്താണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ആ സഹനങ്ങളുടെ, അവരുടെ കണ്ണീരിൻ്റെ, അവരുടെ വേദനയുടെ ആഴം കാണുന്നില്ല. നമ്മൾ യോശാന ഞായറാഴ്ച ഈശോയെ ജയ് വിളിച്ച് ജനം എതിരേറ്റതുപോലെ നമ്മൾ കാണുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട മുഖം മാത്രം. നമ്മൾ കാണാത്ത സങ്കടങ്ങളുടെ, വേദനകളുടെ, സഹനങ്ങളുടെ, ഇല്ലായ്മകളുടെ, കണ്ണീരിൻ്റെ ഒരിടം ഇത്തരം കുഞ്ഞാടുകളെ പോലെ ജീവിക്കുന്ന വ്യക്തികൾ അവർ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ ജീവിത ഇടങ്ങളിലൊക്കെ ഉണ്ട് എന്നുകൂടി നമ്മൾ ആലോചിക്കണം ഈ ഓശാന ഞായറാഴ്ച. അപ്പോൾ അങ്ങനെയുള്ളവരെ, പെസഹ കുഞ്ഞാടുകളെ പോലെയുള്ള സഹനദാസന്മാരായ വ്യക്തികളെ ബലപ്പെടുത്താൻ, ശക്തിപ്പെടുത്താൻ, അവരോട് നല്ല വാക്ക് പറയാൻ, അവരെ ഉൾക്കൊള്ളാൻ, അവരെ സ്വീകരിക്കാനൊക്കെ കൂടെയുള്ള ഒരു ശ്രമം കൂടി വരുമ്പോഴാണ് ഓശാന ഞായറാഴ്ച കൂടുതൽ നമ്മളെ സംബന്ധിച്ച് അർത്ഥപൂർണമാകുന്നത്. തീർച്ചയായിട്ടും ഈ വരുന്ന ഓശാന ഞായറാഴ്ച നമ്മൾ മനോഹരമായിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയ്ക്ക്, ലാളിത്യത്തിന്, വിനയത്തിനൊക്കെ നിരന്തരം വാഴ്ത്തുകൾ പാടുന്ന വ്യക്തികളായിട്ട്, അത്തരം നിലപാടുകളെ ഏറ്റെടുക്കുന്ന മക്കളായിട്ട് നമുക്ക് മാറാം. ഒപ്പം തന്നെ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി സഹിക്കുന്ന പെസഹ കുഞ്ഞാടുകളെ പോലെയുള്ള വ്യക്തികൾ, അവരെ തിരിച്ചറിയാനും, അവരെ സ്നേഹിക്കാനും, അവരുടെ കണ്ണീരും അവരുടെ സങ്കടങ്ങളും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ഒരു ശ്രമം ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.